ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നിങ്ങളേവരും കാത്തിരിക്കുന്ന രേവതിയുടെയും സച്ചിയുടെയും നാളത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാവർക്കും ഒരു ശുഭരാത്രിയൊക്കെ നേർന്നുകൊണ്ട് നമുക്ക് നാളത്തെ വിശേഷത്തിലേക്ക് കിടക്കാം അല്ലേ. അപ്പോൾ നിങ്ങൾ ഇന്നത്തെ വിശേഷവും അതുപോലെ പ്രേമമൊക്കെ കണ്ടിട്ട് കാത്തിരിക്കുകയാണെന്ന് എനിക്കറിയാം. ഇനി എന്താണ് നാളെ സംഭവിക്കാൻ പോവുക. അപ്പം ഞാൻ ഏതായാലും നിങ്ങളെ പറഞ്ഞു ബോറടിപ്പിക്കുന്നില്ല. നമുക്ക് നേരെ നാളത്തെ വിശേഷത്തിലേക്ക് തന്നെ പോകാം. അങ്ങനെ ചന്ദ്ര മുട്ടുകുത്തിയിരിക്കുകയാണ് കലാവതിയുടെ മുന്നിൽ. വേറെ ഒന്നിനുമല്ല, പൈസയ്ക്ക് വേണ്ടി മാത്രമാണ് ചന്ദ്ര മുട്ടുകുത്തിയിരിക്കുന്നത്. ചന്ദ്ര കലാവതിയുടെ മുന്നിൽ മാത്രമല്ല, നമ്മുടെ രേവതിനെ ഇന്ന് സ്നേഹിക്കുന്നതും കണ്ടു. എന്താണല്ലേ, കാര്യം കാണാൻ കഴുതക്കാലും പിടിക്കും എന്നൊക്കെ കേട്ടിട്ടുണ്ട്. അങ്ങനെയല്ലേ, കാര്യം കാണാൻ കഴുതക്കാല് പിടിക്കും എന്നല്ലേ, അങ്ങനെയൊക്കെ കേട്ടിട്ടുണ്ട്. ഏതായാലും നമ്മുടെ ചന്ദ്ര ഇപ്പം കാണിക്കുന്നത് അത് തന്നെയാണ്. അങ്ങനെ ചന്ദ്ര നമ്മുടെ രേവതീനെ കാലൊന്നും നിലത്ത് കുത്തരുത്, കാല് താത്തി വെക്കരുത്, പൊക്കി വെക്കണം എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ ചന്ദ്രയുടെ മടിയിലേക്ക് തന്നെ കാലൊക്കെ എടുത്ത് വെച്ചു. ഇത് കണ്ടുകൊണ്ടാണ് രവീന്ദ്രനും അതുപോലെ നമ്മുടെ അച്ചമ്മയും കൂടെ വരുന്നത്. അപ്പോൾ ഇത് കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും ആണെങ്കിൽ വല്ലാത്ത അതിശയം. അപ്പോഴേ സച്ചിക്ക് കാര്യം പിടികിട്ടി, എന്തോ ഉണ്ട് എന്ന് സച്ചിക്ക് മനസ്സിലായി. കാരണം സച്ചി പറഞ്ഞല്ലോ, ഇല്ലെങ്കിൽ കാക്ക മലർന്ന് പറക്കുന്നു. ഇതൊക്കെ ഇന്ന് മിക്കവാറും കാക്ക മലർന്ന് പറക്കാൻ ചാൻസ് ഉണ്ട് എന്ന് പറഞ്ഞു. അപ്പം നമ്മുടെ അച്ചമ്മ അതിനോടൊപ്പം പറഞ്ഞു, അതാട്ടോ ഞാൻ ലാസ്റ്റ് ഭാഗം ആയിട്ട് കണ്ടത് കൊണ്ട് അങ്ങ് പറയുന്നതാണേ, അല്ലാതെ ഇന്നത്തെ കഥയെടുത്ത് ഇടുന്നതല്ല. ലാസ്റ്റ് ഭാഗത്ത് നിന്ന് അങ്ങ് തുടങ്ങാമല്ലോ. അങ്ങനെ നമ്മുടെ ചന്ദ്ര പറഞ്ഞു, നീ നിൻ്റെ മരുമകളെ കണ്ടു പഠിക്കണം. കണ്ടില്ല, അവളുടെ കാല് വയ്യാഞ്ഞിട്ടും അവൾ ഇപ്പോഴും കണ്ടോ, മുതിർന്നവരെ കണ്ടിട്ട് എണീക്കുന്നത് കണ്ടോ എന്നൊക്കെ പറഞ്ഞു. ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും ചന്ദ്ര ഇരുന്ന് ചിരിക്കുകയാണ്. അല്ലെങ്കിലും രേവതി ഇങ്ങനെ തന്നെയാണ്, രേവതിക്ക് നല്ല ബഹുമാനമുണ്ട്, എല്ലാവരോടും പെരുമാറുന്നത് എങ്ങനെയാണെന്നൊക്കെ അറിയാം. അല്ലെങ്കിലും എനിക്ക് രേവതിനെ കണ്ടു പഠിക്കണം എന്നൊക്കെയാണ് എൻ്റെയും ഒരു ആഗ്രഹം എന്നിങ്ങനെ പറഞ്ഞപ്പോഴത്തേക്കും സച്ചി, ഇതെന്താ ഞാൻ ഈ കേൾക്കുന്നത്? അച്ഛ, എനിക്കിതൊന്നും മനസ്സിലാവുന്നില്ല. ഇതെന്തു പറ്റി? ഇതെൻ്റെ അമ്മ തന്നെയാണോ? എനിക്കറിയില്ല, ഇതെന്തോ പ്രശ്നമുണ്ട് എന്നാണ് സച്ചി പറയുന്നത്. അങ്ങനെ സച്ചി അങ്ങ് മാറിപ്പോയി. സച്ചി മറ്റേ കിളി പോയ ഒരവസ്ഥയിലാണ് കേട്ടോ. സച്ചി അങ്ങ് മാറിപ്പോയി. അപ്പോഴേക്കും നമ്മുടെ രേവതിയോട് ചന്ദ്ര പറയുകയാണ്, അതേ മോളെ, ഒത്തിരി നേരം നീ കാലിങ്ങനെ തൂക്കിയിട്ട് ഇരിക്കുമൊന്നും വേണ്ട, നീ പോയി കട്ടിലേൽ കയറി കിടക്കുക, നീ റെസ്റ്റ് ചെയ്താൽ മതിയെന്നും പറഞ്ഞ് നമ്മുടെ ചന്ദ്ര രേവതീനെ അങ്ങ് അകത്തേക്ക് കയറ്റി വിട്ടു. അതുപോലെ കലാവതിയും അകത്തേക്ക് അങ്ങ് കയറിപ്പോയി. അപ്പോഴത്തേക്കും നമ്മുടെ ചന്ദ്ര പറഞ്ഞു, അല്ല രവിയേട്ടാ, പൈസയുടെ കാര്യം എന്താ നിങ്ങളൊന്നും മിണ്ടാത്തത്? പൈസയുടെ കാര്യം ചോദിച്ചിട്ട് വേണ്ട ഇവിടെ നിന്നൊന്ന് പോകാൻ. നിങ്ങൾ എന്തെങ്കിലും ഒന്ന് പറയുമ്പോൾ പൈസ ഞാൻ ചോദിക്കാനോ? ഞാൻ അവിടെ നിന്ന് വന്നപ്പോഴേ ചന്ദ്ര നിന്നോട് പറഞ്ഞതല്ലേ ഞാൻ പൈസ ചോദിക്കില്ല എന്ന്. അത് നീ തന്നെ ചോദിക്കണം. നീ എങ്ങനെയെങ്കിലും ചോദിച്ച് നിനക്ക് കഴിവുണ്ടെങ്കിലേ നീ വശത്താക്കാൻ നോക്ക്. അതല്ല രവിയേട്ടാ, ഈ രേവതി എങ്ങനെയാണ് അമ്മേനെ മയക്കിയെടുത്തതെന്ന് അറിയില്ലല്ലോ. ആ മയക്കിയെടുത്തത് എങ്ങനെയാണെന്ന് അറിയുമായിരുന്നെങ്കിൽ എനിക്കും ഒന്ന് മയക്കിയെടുക്കായിരുന്നു എന്ന് പറഞ്ഞപ്പം, അതിപ്പോൾ രേവതിയോട് നീ ചോദിക്കുക. രേവതിയോട് ചോദിച്ചാൽ അത് മോശമല്ലേ? അതിനിപ്പോൾ എന്താ, നിനക്ക് നിൻ്റെ ആവശ്യം സാധിക്കണോ? വിവാഹം നടക്കണോ? അപ്പം പിന്നെ നീ ഇങ്ങനെയൊക്കെ ചെയ്യേണ്ടി വരുമെന്ന് പറഞ്ഞിട്ട് നമ്മുടെ രവീന്ദ്രൻ അങ്ങ് പോയി. ഏതായാലും പതിയെ നമ്മുടെ ചന്ദ്ര രേവതിയുടെ അടുത്ത് ചെന്നിട്ട് മോളെ ഇപ്പം എങ്ങനെയുണ്ടോ, വേദനയുണ്ടോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ്. ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് രേവതിക്കാണെങ്കിൽ ഒന്നും മനസ്സിലാവുന്നില്ല. എന്താണ് ഇങ്ങനെ ചന്ദ്രയുടെ സ്വഭാവം മാറിയെന്ന് അറിയുന്നില്ല. അപ്പം ഇത് മാറി നിന്ന് കേൾക്കുന്ന നമ്മുടെ സച്ചി മനസ്സിൽ വീണ്ടും വിചാരിക്കുവേ, കീരിയും പാമ്പും പോലെ കഴിഞ്ഞ രണ്ടുപേര് ദേഹം ഒന്നിച്ചിരുന്ന് സംസാരിക്കുന്നു. ഇതെന്ത് പറ്റി? ഇത് സ്വപ്നം തന്നെയാണോ? എൻ്റെ ഈശ്വര, എന്തോ സംഭവിച്ചിട്ടുണ്ട്. എന്തായിരിക്കും അമ്മയുടെ ഉദ്ദേശം? എന്തോ ഉണ്ട്, അച്ഛൻ അറിയായിരിക്കും. എങ്കിൽ പിന്നെ അച്ഛനോട് ചോദിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് നേരെ രവീന്ദ്രൻ്റെ അടുത്തേക്ക് ചെന്നു. എന്നിട്ട് ചോദിച്ചു, അച്ഛാ, സത്യം പറയച്ചാ, അമ്മയ്ക്ക് എന്താ പറ്റിയെന്ന് സത്യം പറഞ്ഞോ? എന്താടാ നിൻ്റെ അമ്മയ്ക്ക് എന്നാ പറ്റാനാ? അല്ല, ഇത്രയും നാളായിട്ട് ഈ വീട്ടിലേക്ക് വരാത്ത എൻ്റെ അമ്മ ഈ വീട്ടിലേക്ക് വരികയും അതുപോലെ അച്ഛമ്മേനെ സ്നേഹിക്കുന്നു, ഒരിക്കലും കണ്ണിന് കാണാത്ത രേവതീനെ വരെ സ്നേഹിക്കുന്നു. ഇതിൻ്റെ പിന്നിൽ എന്താ? എനിക്കൊരു സംശയം. അമ്മയ്ക്ക് എന്താ രോഗം? സത്യം പറ. അല്ല, സാധാരണ ഇങ്ങനെയാണല്ലോ, ഏതെങ്കിലും ഡോക്ടർമാർ വലിയ രോഗമാണെന്നൊക്കെ പറയുമ്പം മനസ്സൊക്കെ മാറുമല്ലോ. അമ്മയ്ക്ക് എന്തെങ്കിലും മാരകമായ രോഗമുണ്ടോ? ഇത് കേട്ടത് രവീന്ദ്രൻ, നിർത്തടാ, നീ എന്താ ഈ പറയുന്നത്? അല്ലെങ്കിൽ പിന്നെ എൻ്റെ അമ്മയ്ക്ക് എന്താ പറ്റിയെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അല്ല അച്ഛാ, സത്യം പറ, ഇവിടെ വന്നതിൻ്റെ ഉദ്ദേശം എന്താ? എന്തെങ്കിലും ഉദ്ദേശമുണ്ടോ? എൻ്റെ പൊന്ന് സച്ചി, നിൻ്റെ അമ്മയുടെ ഉദ്ദേശം എന്താണെന്ന് എനിക്കറിയില്ല. അതിപ്പോൾ എന്താണെങ്കിലും അത് നീ അറിഞ്ഞോളൂല്ലോ.
പിന്നെ എന്തിനാ ഞാനിപ്പോൾ അത് പ്രത്യേകിച്ച് പറയാൻ നിൽക്കുന്നത്, എനിക്കൊന്നും അറിയില്ല എന്ന് പറഞ്ഞ് രവീന്ദ്രൻ അങ്ങ് പോയി. ഏതായാലും നിൻ്റെ അമ്മ നന്നായിട്ട് മാറിയല്ലോ. ഇതുപോലെ ഒരു അമ്മേനെയല്ലേ നീ പ്രതീക്ഷിച്ചത്? ഇതുപോലൊരു അമ്മേനെയൊക്കെയാണ് ഞാൻ പ്രതീക്ഷിച്ചത്. പക്ഷേ ഈ മാറ്റത്തിന് പിന്നിൽ എന്തോ സിസ്റ്റമാറ്റിക്കലായിട്ടുള്ള മൂവ്മെൻറ്റ്സ് ഉണ്ടോ എന്ന് എനിക്കൊരു സംശയമുണ്ട്. എനിക്കറിയാം, അത് ഞാൻ കണ്ടുപിടിച്ചോളാം എന്നിങ്ങനെ പറഞ്ഞു. എന്നിട്ട് നമ്മുടെ രേവതിയുടെ അടുത്ത് ചെന്നു. അപ്പോഴത്തേക്കും നമ്മുടെ ചന്ദ്ര രേവതിയോട് ചോദിക്കുക, അതേ അച്ചമ്മയ്ക്ക് നിന്നോട് ഇത്രയ്ക്ക് ഇഷ്ടം വരാൻ കാരണം എന്താ? എല്ലാവർക്കും നിന്നോട് വലിയ ഇഷ്ടമാണ്. അപ്പം അതുകൊണ്ട് തന്നെ അച്ചമ്മയ്ക്ക് ഈ ഇഷ്ടം വരാൻ കാരണം എന്താ? അതൊന്ന് പറഞ്ഞു തരുമോ? ആ വഴി എന്താ എന്ന് ചോദിച്ചപ്പം, അത് പിന്നെ അമ്മേ എന്നോട് ഇഷ്ടം വരാൻ കാരണം എന്താണെന്ന് ചോദിച്ചാൽ, അല്ല നീ ഒരു ദിവസം എണീറ്റ് എന്തൊക്കെയാണ് ചെയ്യുന്നത്? നിന്നെപ്പോലെ ഒന്ന് മാറാനേ എനിക്കൊരു ചെറിയ ആഗ്രഹമുണ്ട്, അതും കൊണ്ട് ചോദിക്കാമെന്ന് വെച്ചോ. എല്ലാവരുടെയും ഇഷ്ടം പിടിച്ചു പറ്റണം, അതിനു വേണ്ടിയാ. നീ പറ, നീ എന്തൊക്കെയാണ് ഒരു ദിവസം ചെയ്യുന്നത്? അത് പിന്നെ അമ്മേ, ഞാൻ രാവിലെ എണീക്കും. രാവിലെ 5 മണിക്ക് തന്നെ ഞാൻ എണീറ്റ് മുറ്റത്ത് കോല വിടും, പിന്നെ ചായ ഉണ്ടാക്കും, എല്ലാവർക്കും ചായ കൊടുക്കും, എല്ലാവർക്കും ഇഷ്ടം എന്താണെന്ന് ചോദിച്ചിട്ട് എല്ലാവർക്കും വേണ്ടതൊക്കെ വെച്ച് വിളമ്പി ഉണ്ടാക്കും. പിന്നെ ഉച്ചയ്ക്ക് കഴിക്കാനുള്ളത് എല്ലാവരോടും ചോദിച്ചിട്ട് അതുണ്ടാക്കും. പിന്നെ വൈകിട്ടത്തേനുള്ളത് ഉണ്ടാക്കും. അതിനിടയിൽ തുണി അലക്കണം, തുണി വിരിക്കണം, തുണി ഉണങ്ങണം, അത് തേച്ച് പെറുക്കി അലമാരയിൽ വെക്കണം. പിന്നെ നമ്മുടെ വീടും പരിസരവും ഒക്കെ വൃത്തിയാക്കി ഇടണം. അതൊക്കെയാണ് ഞാൻ സാധാരണ ചെയ്യുന്നത്. ഒരു ദിവസത്തെ പണിയെ ഞാൻ ചോദിച്ചത്, അല്ലാതെ ഒരു വർഷത്തെ പണിയല്ല. അമ്മയെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ദിവസത്തെ പണിയാണ് ഞാൻ പറഞ്ഞത്. ഇതിൽ പലതും ഉൾപ്പെട്ടിട്ടില്ല. പിന്നെ ഇവിടെ കുറച്ച് പണി കൂടുതലുണ്ട്. കാരണം ഇവിടെ മൃഗങ്ങളൊക്കെ ഉണ്ടല്ലോ. അതുകൊണ്ട് തന്നെ അതും ഇതും കൃഷിപ്പണിയും ഒക്കെ ആയിട്ട് കുറച്ച് പണി ഇവിടെ കൂടുതലാണ്. അത് ഞാനിതിൽ ഉൾപ്പെടുത്തിയിട്ടും ഇല്ലെന്ന് പറഞ്ഞു. ആണോ? ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അച്ഛമ്മയുടെ സ്നേഹം കിട്ടുമോ? അതൊന്നും എനിക്കറിയില്ല അമ്മേ, ഞാനിതൊക്കെ ചെയ്യാറുള്ളതെന്ന് പറഞ്ഞു. ഏതായാലും ഇതൊക്കെ ചോദിച്ച് മനസ്സിലാക്കിയിട്ട് നമ്മുടെ ചന്ദ്ര അവിടെ നിന്ന് എണീറ്റ് പോയിട്ടോ. ഏതായാലും ചന്ദ്രയുടെ കിളി മാറിപ്പോയി. ഈ പണിയൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ ഈശ്വര ഞാൻ നടു ഒടിഞ്ഞ് വീഴുകയുള്ളൂ. വീട്ടിൽ സുഖിച്ചിരുന്ന ഞാനാ. ഇനിയിപ്പോൾ പണി ചെയ്യാതൊട്ടും നിവർത്തിയുമില്ല. പൈസ കിട്ടണമെങ്കിൽ പണി ചെയ്യണം. ആ തള്ളയുടെ സ്നേഹം പിടിച്ചും പറ്റണം. ഇനിയിപ്പോൾ എന്താപ്പാ ഒരു വഴി എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. സച്ചി അതിനിടയിൽ കയറി വന്നിട്ട്, എന്താ നിന്നോട് അമ്മ ചോദിച്ചതെന്ന് ചോദിച്ചപ്പോഴത്തേക്കും ചോദിച്ച കാര്യം ഇങ്ങനെ പറയുകയാണ്, പണിയൊക്കെ എന്തൊക്കെയാണ് ചെയ്യുന്നതെന്ന്. അമ്മ അങ്ങനെ ചോദിച്ചോ? എന്നോട് അമ്മ അങ്ങനെ ചോദിച്ചു. എന്താണ് അമ്മയുടെ ഉദ്ദേശം എന്ന് എനിക്ക് പിടികിട്ടുന്നില്ലല്ലോ. ഏതായാലും ഞാൻ കണ്ടുപിടിക്കും, എന്തോ ഉദ്ദേശമുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ വീണ്ടും സച്ചി അങ്ങ് മാറിപ്പോയിട്ടോ. ഇതേ സമയം ആയിക്കോട്ടെ, നമ്മുടെ ശ്രീകാന്തിനെ അവൾ വിളിക്കുകയാണ് കേട്ടോ. വർഷ ഫോൺ വിളിക്കുന്നു. ഫോൺ വിളിച്ചിട്ട് എന്തോ ഫുഡ് ഉണ്ടാക്കി കൊടുത്തു. അപ്പോൾ അത് വലിയ ഇഷ്ടപ്പെടുകയാണ്. അങ്ങനെ അത് ഇഷ്ടപ്പെട്ടു എന്നൊക്കെ പറഞ്ഞ് വിളിച്ചു. അപ്പോൾ അവർക്കിടയിൽ നല്ലൊരു സംസാരമാണ് കാണിക്കുന്നത്. കാരണം കുറച്ച് നേരം നീണ്ടു നിൽക്കുന്ന സംസാരമാണ്. അവർ ഫുഡിനെ കുറിച്ച് മാത്രമല്ല സംസാരിക്കുന്നത്. പുതിയ റെസ്റ്റോറൻറ്റ് തുടങ്ങുമ്പം ഞാൻ എൻ്റെ ഫസ്റ്റ് കസ്റ്റമറായ നിന്നെ തന്നെ വിളിക്കുമെന്ന് പറയുന്നു. അങ്ങനെ ഇതുവരെ എനിക്ക് പേര് കിട്ടിയിട്ടില്ല, പേരെന്താണ് എന്ന് ശ്രീകാന്ത് ചോദിക്കുമ്പോൾ അത് സർപ്രൈസാണ്. പേരിപ്പോൾ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനെന്താ ഒരു ഇതിരിക്കുന്നത്? പേരിപ്പോൾ പറയുകയാണെങ്കിൽ ആ ഒരു ഇതങ്ങ് പോകും. പേരും സ്ഥലവും നമ്മളെന്താ ചെയ്യുന്നതെന്നൊക്കെ അറിയാതിരിക്കുകയാണെങ്കിൽ നമ്മളോടുള്ള ആ ഒരു ഇത് കൂടുമല്ലോ. നമ്മളെ കാണാനുള്ള ആഗ്രഹവും അതുപോലെ തന്നെ നമ്മളെന്താണെന്ന് അറിയാനുള്ള ആഗ്രഹമൊക്കെ കൂടുമല്ലോ. അപ്പോഴേക്കും പെട്ടെന്ന് നമ്മുടെ ശ്രീകാന്ത് ചോദിക്കുന്നുണ്ട്, അല്ല എന്താണ് ജോലി? ജോലി എന്താണെന്ന് ചോദിച്ചാൽ എനിക്ക് പല രൂപങ്ങളുണ്ട്. പല രൂപങ്ങളും പല ശബ്ദങ്ങളും പല മുഖങ്ങളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ അങ്ങനത്തെ ജോലിയോ? അങ്ങനത്തെ ഒരു ജോലി എനിക്ക്. അതെന്താണെന്ന് ഞാനിപ്പോൾ പറയില്ല, അത് വേണമെങ്കിൽ കണ്ടുപിടിച്ചാൽ മതി എന്ന് പറഞ്ഞു. ഏതായാലും ശ്രീകാന്ത് നമ്മുടെ വർഷയും തമ്മിൽ കൂടുതൽ അറ്റാച്ച്മെൻ്റ് ആവുന്നുണ്ട്. നല്ലൊരു സംസാരം തന്നെയാണ് നടക്കുന്നത്. അതിനോടൊപ്പം തന്നെ നമ്മുടെ ശ്രീകാന്തിന് ഒരു അടിപൊളി ഗിഫ്റ്റ്, നല്ല ഫുഡ് ഉണ്ടാക്കി തരുന്നത് കൊണ്ട് തന്നെ ഒരു അടിപൊളി ഗിഫ്റ്റ് സമ്മാനമായിട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഒരു കപ്പിൽ ഇങ്ങനെ അവാർഡ് എന്തോ ഒരു അവാർഡ് എന്നൊക്കെ എഴുതി ബെസ്റ്റ് ഷെഫോ അങ്ങനെ എങ്ങാണ്ട് എഴുതിയാണ് കൊടുക്കുന്നത്. അപ്പോൾ ആ ഒരു കപ്പിൽ സ്ഥിരം ചായ കുടിക്കണമെന്നിങ്ങനെ വർഷ പറയുകയാണ്. അപ്പോഴേക്കും ശ്രീകാന്ത് പറയുന്നുണ്ട്, ഇതെനിക്ക് സ്ഥിരം ചായ കുടിക്കാനൊന്നുമല്ല, ഞാനിത് കൊണ്ടുപോയി എൻ്റെ വീട്ടിൽ വെക്കും. ഇതെനിക്കൊരു അവാർഡ്, എനിക്ക് കിട്ടിയ ആദ്യത്തെ അവാർഡ് തന്നെയാണിത്. ഒരു കസ്റ്റമർ എൻ്റെ ഫുഡൊക്കെ ഇഷ്ടപ്പെടുകയും ഇങ്ങനെ എനിക്കൊരു ഗിഫ്റ്റൊക്കെ തരുന്നതെന്ന് പറഞ്ഞാൽ അത് ആദ്യമായിട്ടാണല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് ഞാൻ ഒരിക്കലും കളയില്ല. ഇതെൻ്റെ ഒരു വലിയൊരു അവാർഡാണ്, എൻ്റെ ജീവിതത്തിൽ കിട്ടിയ ഏറ്റവും വലിയൊരു അവാർഡായിട്ട് കരുതിയിട്ട് ഇത് ഞാൻ സൂക്ഷിച്ചു വെക്കുമെന്നൊക്കെ പറയുകയാണ്. അപ്പോൾ അവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ചെറിയൊരു ഒരു സൗഹൃദം വളർന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ ഒരു സീനൊക്കെ കാണിക്കുന്നു. പിന്നെ കാണിക്കുന്ന ഒരു സീൻ എന്ന് പറഞ്ഞാൽ
രേവതിയുടെ വീട്ടിലേക്ക് ചെല്ലുകയാണ് കേട്ടോ. അപ്പോൾ രേവതിയുടെ വീട്ടിലേക്ക് സർപ്രൈസ് ആയിട്ട് തന്നെയാണ് അങ്ങോട്ടേക്ക് ചെല്ലുന്നത്. അങ്ങനെ രേവതിയുടെ അമ്മയും ദേവും ഒക്കെ കണ്ടിട്ട് ഞെട്ടിപ്പോവാണ്. ഇതെന്താ ശ്രീകാന്ത് ഇവിടെ, ശ്രീകാന്തിന് എന്താ പറ്റിയത്, ഒന്ന് വിളിച്ചിട്ട് വരത്തില്ലായിരുന്നോ എന്നൊക്കെ ചോദിക്കുമ്പോഴത്തേക്കും നമ്മുടെ രേവതിയുടെ അമ്മ ലക്ഷ്മി വന്നിട്ട് മോൻ കയറി വാ മോനെ എന്നൊക്കെ പറഞ്ഞ് വിളിച്ചകത്തേക്ക് ഇരുത്താണ്. അങ്ങനെ മോൻ എന്താ പറ്റിയത് പറയാതെ പോകുന്നതെന്നൊക്കെ ചോദിക്കുമ്പോൾ ഞാൻ വെറുതെ ഇങ്ങോട്ട് ഇറങ്ങിയതാണ് എന്നൊക്കെ ഇങ്ങനെ പറയാം. അപ്പം മോൻ എന്താ കഴിക്കാൻ വേണ്ടത്, കഴിക്കാൻ എന്താ ഇവിടെ ഉള്ളത്, ഞാൻ ദോശ ഉണ്ടാക്കി തരാമെന്ന് പറയുമ്പം ദോശയോ അതോ ഊണോ എന്നിങ്ങനെ ചോദിച്ചു. അപ്പോൾ പറഞ്ഞു എന്താണെങ്കിലും മോൻ ഉണ്ടാക്കി തരാമെന്ന് പറയുമ്പം എങ്കിൽ പിന്നെ ഒരു കാര്യം ചെയ്യുമോ, ഇന്നത്തേന് എനിക്ക് അടുക്കള വിട്ടു തരുമോ, ഞാൻ ഉണ്ടാക്കാം ഇന്ന്. അപ്പോഴേക്കും പെട്ടെന്ന് രേവതിയുടെ അമ്മ പറഞ്ഞു അശോ അത് വേണ്ട മോനെ, ഞാൻ ഉണ്ടാക്കി തന്നോളാം, അത് ശരിയാവില്ലെന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ ദേവ് പറയാണ് അമ്മ ദേ നല്ലൊരു ഷെഫാ, നല്ല സൂപ്പറായിട്ടാണ് എല്ലാം ചെയ്യുന്നത്, ഇപ്പം ദേ ആരാധികമാരുടെ എണ്ണം വരെ കൂടിക്കൊണ്ടിരിക്കുക, അതുകൊണ്ട് അമ്മ ധൈര്യമായിട്ട് അടുക്കളയിലേക്ക് കയറ്റിക്കോളാൻ പറഞ്ഞു. അപ്പോഴത്തേക്കും രേവതിയുടെ അമ്മ പറഞ്ഞു മോളെ പോകുന്നു, അങ്ങനെ ഒന്നും ചെയ്യുന്നത് ശരിയല്ലെന്ന് പറഞ്ഞപ്പോഴത്തേക്കും ശ്രീകാന്ത് പറഞ്ഞു അതിനൊരു കുഴപ്പമില്ല, ഞാൻ ഈ വീട്ടിൽ കയറിയിട്ട് ഉണ്ടാക്കിയെന്ന് ഓർത്തോണ്ട് നിങ്ങൾക്ക് കുഴപ്പമുണ്ടോ, അപ്പോൾ എന്നെ അത്രക്കാരനായിട്ടല്ലേ നിങ്ങൾ കണ്ടിരിക്കുന്നത്, എനിക്ക് മനസ്സിലായി എന്ന് പറയുമ്പോഴത്തേക്കും അയ്യോ മോനെ അതുകൊണ്ടൊന്നും അല്ലെന്ന് പറയുമ്പം എങ്കിൽ പിന്നെ ഞാൻ ഇന്ന് അടുക്കളയിലേക്ക് കയറാമെന്ന് പറഞ്ഞ് അടുക്കളയിൽ കയറി അവിടെ ഫുഡൊക്കെ ഉണ്ടാക്കിയാണ് കേട്ടോ. അങ്ങനെ ഫുഡ് ഉണ്ടാക്കി രേവതിയുടെ അമ്മയ്ക്കും ദേവൂനും ഒക്കെ കൊടുക്കുകയാണ്. അപ്പോൾ ഇതൊക്കെ കഴിക്കുമ്പോഴേക്കും വലിയ സന്തോഷം തന്നെയാണ്. അങ്ങനെ അതിനിടയിൽ രേവതിയുടെ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്, സച്ചിയുടെയും കാര്യം പറയുന്നുണ്ട്, നമ്മുടെ ശ്രീകാന്ത് പറഞ്ഞു കൊടുക്കുന്നുണ്ട് കേട്ടോ. ശ്രീകാന്ത് പറയുന്നുണ്ട് എൻ്റെ ഏട്ടൻ നല്ലൊരു ഏട്ടൻ തന്നെയാണ്, സത്യം പറയാലോ എൻ്റെ സുധിയേട്ടനേക്കാളും എനിക്കിഷ്ടം സച്ചിയേട്ടനെ തന്നെയാണ് എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ കാണിക്കുന്ന കുറച്ച് രംഗങ്ങളൊക്കെ ഉണ്ട്, അതും നാളത്തെ വിശേഷത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഏതായാലും ഒരു ഭക്ഷണമൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്കുമാണ് പെട്ടെന്ന് നമ്മുടെ ചന്ദ്ര ഫോണിൽ വിളിക്കുന്നത്. അങ്ങനെ ചന്ദ്ര ഫോണിൽ വിളിച്ചിട്ട് എവിടെയാണെന്നൊക്കെ അന്വേഷിക്കുകയാണ്. മോൻ ഇവിടെ തന്നെയല്ലേ ഉള്ളൂ. അപ്പം ഞാൻ ഏടത്തിയുടെ വീട്ടിൽ വന്നതാണ്. ഏടത്തിയുടെ വീട്ടിൽ വന്നതെന്ന് പറയുമ്പോൾ നീ അവിടെ പോയത് എന്തിനാ എന്ന് ചോദിച്ച് അതൊരു വലിയ പ്രശ്നമാക്കി തീർക്കുകയാണ് ചന്ദ്ര. അങ്ങനെ ശ്രീകാന്തിനെ അതും ഇതുമൊക്കെ പറയുന്നു. അത് നമ്മുടെ രേവതിയുടെ അമ്മയും അനിയത്തിയൊക്കെ കേൾക്കുന്നുണ്ട്. അങ്ങനെ ശ്രീകാന്ത് അവിടെ നിന്ന് പോവുകയാണ്. എന്ത് ചെയ്യാൻ, അമ്മയുടെ സ്വഭാവം ഇങ്ങനെ, നിങ്ങൾ കാര്യമാക്കണമെന്നൊക്കെ പറഞ്ഞിട്ടാണ് പോകുന്നത്. എങ്കിൽ പോലും നമ്മുടെ രേവതിയുടെ അമ്മയ്ക്ക് അതൊരു വലിയ ഇതായിട്ട് തീരുകയും ദേവുവിനോട് പറയുകയാണ് ഞാൻ പറഞ്ഞതല്ലായിരുന്നോ മോളെ, ഇതൊന്നും വേണ്ട, ഈ ഒരു അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള സ്നേഹപ്രകടനങ്ങളോ അതുപോലെ തന്നെ അതൊന്നും വേണ്ട, അതിൻ്റെ കാര്യമില്ല, മോളുടെ ചേച്ചിക്ക് തന്നെ അത് വലിയ വിഷയമാകുന്നത്, ഇനിയിപ്പോൾ എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാക്കി തീർക്കും ആ സ്ത്രീ എന്ന് പറയാൻ പറ്റത്തില്ല എന്നൊക്കെ പറയുകയാണ്. അപ്പം നമ്മൾ എന്ത് ചെയ്യാനമ്മ, നമുക്കൊരു വീട്ടിലൊരാൾ കയറി വരുമ്പോൾ ഇറങ്ങി പോകാൻ പറയാൻ പറ്റുമോ, ഇതിപ്പം നമ്മുടെ കയ്യിൽ തന്നെയല്ലേ ന്യായം, അല്ലാതെ നമ്മൾ വീട്ടിൽ വരുന്നവരെ അടിച്ചു ഓടിക്കണം എങ്ങനെയാണെന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട് കേട്ടോ. ഏതായാലും രേവതിയുടെ അമ്മയ്ക്ക് പേടിയാണ്. ഇതേ സമയം ആയിക്കോട്ടെ നമ്മുടെ ചന്ദ്ര അടിപൊളിയായിട്ട് പണി നടത്തിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. മുറ്റമടിക്കുന്നു, അത് ചെയ്യുന്നു, ഇത് ചെയ്യുന്നു, രേവതി തൂക്കാൻ തുടങ്ങുമ്പോൾ അത് മേടിച്ച് നമ്മുടെ ചന്ദ്ര തൂക്കുന്നു. അപ്പോൾ ഇതൊക്കെ കണ്ട് അതിശയിച്ച് നിൽക്കുന്ന നമ്മുടെ രേവതി. അപ്പോൾ ഇതൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു അടിപൊളി വിശേഷം തന്നെയാണ് നമ്മൾ കാണാൻ പോകുന്നത്. അപ്പം മറക്കാതെ കാണുക. രാവിലെ ഫുൾ വിശേഷമായിട്ട് ഞാൻ നിങ്ങളുടെ മുമ്പിൽ എത്തുന്നതായിരിക്കും. എന്നും 6:45 തന്നെ നമ്മൾ വിശേഷം അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ എല്ലാവരും കാണുക. നിങ്ങളുടെ സപ്പോർട്ടിനും സ്നേഹത്തിനും ഒക്കെ ഒരുപാട് നന്ദിയുണ്ട്. നിങ്ങളെല്ലാവരും തന്നെ നമുക്കിപ്പം 1,13,000-ഓളം സബ്സ്ക്രൈബേഴ്സായി. അപ്പോൾ എല്ലാവരും തന്നെ നമ്മുടെ വീഡിയോ കാണുന്നുണ്ട്, സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. നെഗറ്റീവ് ആണെങ്കിലും പോസിറ്റീവ് ആണെങ്കിലും എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ പറഞ്ഞു തരുന്നുണ്ട്. അതിനൊക്കെ ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ. ഇനിയും നിങ്ങളുടെ സ്നേഹവും അതുപോലെ പ്രാർത്ഥനയും ഒക്കെ വേണം. അപ്പം നമുക്ക് അടുത്ത വിശേഷമായിട്ട് കാണാം. അപ്പോൾ എല്ലാവർക്കും വീണ്ടും ഒരു നല്ല ശുഭരാത്രിയൊക്കെ നേർന്നുകൊണ്ട് നിർത്തുന്നു. ടാറ്റാ, ബൈ ബൈ.